ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത വലുപ്പത്തിലുള്ള ഒരു മഹാശുദ്ധീകരണത്തിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം വാക്കുകൾ കൊണ്ടല്ല, പ്രകടനമല്ല, കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക്. രാജ്യത്തെ വോട്ടർ പട്ടികയിൽ കാലങ്ങളായി പഴുതുകൾ കണ്ടെത്തി താവളമടിച്ചിരുന്ന ജനാധിപത്യത്തെ തന്നെ അട്ടിമറിച്ചിരുന്ന 6 കോടിയോളം വ്യാജ വോട്ടർമാരെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒറ്റയടിക്ക് തൂത്തെറിഞ്ഞിരിക്കുന്നത്. അതെ, വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം അഥവാ SIR നടപടികളിലൂടെ ജനാധിപത്യത്തിന്റെ അന്തസ്സ് മോദി സർക്കാർ വീണ്ടെടുക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ ചിലർക്ക് നെഞ്ചിരിച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ കേരളത്തിലെ ഇടത് വലത് മുന്നണികളും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഉയർത്തിയ കോലാഹലങ്ങൾ. എന്തൊക്കെയായിരുന്നു പുകിലുകൾ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും ജനാധിപത്യം അപകടത്തിലാണെന്നും പറഞ്ഞ് ഇവർ രാജ്യം മുഴുവൻ നടന്ന് കരഞ്ഞു തീർത്തു. എന്നാൽ ഇന്ന് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഈ നടപടികൾക്ക് പൂർണ്ണമായ ഭരണഘടനാ സാധുത നൽകി പ്രതിപക്ഷത്തിന്റെ വാടപ്പിച്ചിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിലൂടെ സംഭവിച്ചത്? എന്തിനാണ് പ്രതിപക്ഷം ഇത്രയധികം ഭയപ്പെടുന്നത്? രാഹുൽ ഗാന്ധിയുടെയും കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളുടെയും വ്യാജ പ്രചാരണങ്ങളുടെയും മുനയൊടിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്ന വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടപടികൾ 1 വർഷം പിന്നിടുമ്പോൾ രാജ്യവ്യാപകമായി 6 കോടിയോളം വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ വർഷം ജൂൺ 24-നാണ് ഈ നടപടികൾക്ക് തുടക്കമിട്ടത്. ഒരു രാജ്യത്തിന്റെ ജനാധിപത്യം ശക്തമാകണമെങ്കിൽ അവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമായിരിക്കണം. ഒരാൾക്ക് ഒരു വോട്ട് എന്നത് മാത്രമാണ് യഥാർത്ഥ ജനാധിപത്യത്തിന്റെ ലക്ഷണം. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇന്ത്യയിൽ എന്തായിരുന്നു അവസ്ഥ? മരിച്ചുപോയവരുടെ പേരിൽ വോട്ട് രേഖപ്പെടുത്തുന്നു. ഒരു സംസ്ഥാനത്ത് വോട്ട് ഉള്ളവൻ തൊട്ടടുത്ത സംസ്ഥാനത്ത് പോയി വോട്ട് ചെയ്യുന്നു. ഒരേ വ്യക്തിക്ക് തന്നെ 4ഉം 5ഉം തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാകുന്നു. ഈ കള്ളക്കളികൾക്കെല്ലാം അറുതി വരുത്താൻ നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ പിന്തുണയോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ മാസ്റ്റർ പ്ലാനാണ് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം. ഡിജിറ്റൽ സാങ്കേതികവിദ്യയും ആധാർ അധിഷ്ഠിത പരിശോധനകളും കൃത്യമായ ഫീൽഡ് തല സർവേകളും സമന്വയിപ്പിച്ചാണ് ഈ ദൗത്യം നടപ്പാക്കിയത്. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ആരംഭിച്ച ഈ നടപടി ഇന്ന് 1 വർഷം പിന്നിടുമ്പോൾ ജനാധിപത്യത്തിന്റെ നെഞ്ചിലെ വലിയൊരു അർബുദമാണ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തിരിക്കുന്നത്. മരിച്ചവർ, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയവർ, ഇരട്ട വോട്ടുള്ളവർ എന്നിവരെ കൃത്യമായി കണ്ടെത്തി ഒഴിവാക്കാൻ ഈ സംവിധാനത്തിന് സാധിച്ചു. ഇത് മോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ മാത്രം സാധ്യമാകുന്ന സുതാര്യതയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും മികച്ച ഉദാഹരണം തന്നെയാണ്. എന്നാൽ രാജ്യം നന്നാകാൻ വേണ്ടി ഈ പരിഷ്കാരം കൊണ്ടുവന്നപ്പോൾ നമ്മുടെ യുവ നേതാവ് രാഹുൽ ഗാന്ധിയും കൂട്ടരും എന്താണ് ചെയ്തത്? അവർ പതിവ് പോലെ രംഗത്തിറങ്ങി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ആജ്ഞാനുവർത്തിയാണെന്നും പ്രതിപക്ഷ വോട്ടുകൾ ബോധപൂർവം വെട്ടിമാറ്റുകയാണെന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധി വിദേശത്തും സ്വദേശത്തും പ്രസംഗിച്ചു നടന്നു. കേരളത്തിൽ വന്നപ്പോൾ ഈ കള്ളപ്രചാരണത്തിന് മൂർച്ച കൂട്ടി. പാവപ്പെട്ടവരെയും ന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യം വെച്ചാണ് ഈ നീക്കമെന്ന് വരുത്തി തീർക്കാൻ തൃണമൂൽ കോൺഗ്രസും ഇവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാരും മത്സരിക്കുകയായിരുന്നു. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചോദിക്കുന്നത് എന്തിനാണ് വോട്ടർമാരെ ഒഴിവാക്കുന്നത് എന്നാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ ഇവരുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. 2ാം ഘട്ടത്തിൽ മാത്രം ഒഴിവാക്കപ്പെട്ടവരിൽ 66 ലക്ഷത്തിലധികം പേർ മരിച്ചുപോയവരാണ്. ആലോചിച്ച് നോക്കൂ, ഈ 66 ലക്ഷം പേരിൽ കഴിഞ്ഞ കാലങ്ങളിൽ ആർക്കാണ് വോട്ട് പോയിക്കൊണ്ടിരുന്നത്? ആരായിരുന്നു ഈ പ്രേത വോട്ടുകൾ ചെയ്തത്? ആ കള്ളക്കച്ചവടമാണ് മോദി സർക്കാർ പൂട്ടിച്ചത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും ഇത്രയും സഹിക്കാൻ കഴിയാത്തത്. ജനാധിപത്യം സംരക്ഷിക്കാനല്ല, തങ്ങളുടെ സ്ഥിരം കള്ളവോട്ടും ബാങ്ക് തകരുമെന്ന ഭീതിയാണ് ഇവരെ കൊണ്ട് കമ്മീഷനെ കുറ്റം അറിയിപ്പിച്ചത്. ഇനി ഈ വിഷയത്തിൽ കേരളത്തിൽ നടന്ന ചർച്ചകൾ ശരിക്കും ഒരു കോമഡി പൂരമായിരുന്നു. കോൺഗ്രസും CPM-ഉം കേരളത്തിൽ ഒരേ സ്വരത്തിലാണ് ഈ പരിഷ്കരണത്തെ എതിർത്തത്. വോട്ടർ പട്ടിക പുതുക്കുമ്പോൾ ഇവിടുത്തെ അന്തർ സംസ്ഥാന തൊഴിലാളികളെയും പാവപ്പെട്ടവരെയും ഒഴിവാക്കുന്നു എന്ന രീതിയിലായിരുന്നു ഇവരുടെയൊക്കെ കരച്ചിൽ. എന്നാൽ ഇരട്ട വോട്ടുകൾ വെട്ടിമാറ്റിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായത് ഇവിടുത്തെ പ്രാദേശിക നേതാക്കളാണ്. അതിർത്തി മണ്ഡലങ്ങളിൽ ഒരേ ആൾക്കാർ തന്നെ ഇരുവശത്തും വോട്ട് ചെയ്യുന്ന തട്ടിപ്പ് കാലങ്ങളായി കേരളത്തിലുണ്ട്. അത് ഇല്ലാതാകുന്നതോടെ തങ്ങളുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാകുമെന്ന് ഇവർ ഭയപ്പെടുകയാണ്.
കഴിഞ്ഞ മാർച്ചിൽ സുപ്രീം കോടതി ഈ SIR നടപടികളുടെ ഭരണഘടനാ സാധുത പൂർണ്ണമായി ശരിവെച്ചതോടെ കേരളത്തിലെ ഈ ബുദ്ധിജീവി രാഷ്ട്രീയക്കാരുടെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു വീണു. കോടതിയെ പോലും അവിശ്വസിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കപ്പെട്ടു. ഇനി പശ്ചിമ ബംഗാളിൽ 91 ലക്ഷം പേരെയും ബീഹാറിൽ 65 ലക്ഷം പേരെയും ഒഴിവാക്കിയപ്പോൾ അവിടെ റേഷൻ കാർഡ് റദ്ദാക്കുന്നെന്ന് പരാതിയുമായി തൃണമൂൽ വരുന്നു. നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്നവർക്കും ഇരട്ട വോട്ടുള്ളവർക്കും എതിരെ നിയമം അതിന്റെ വഴിക്ക് നീങ്ങുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. ഇപ്പോൾ മൂന്നാംഘട്ട നടപടികൾ മഹാരാഷ്ട്രയിലും ഡൽഹിയിലും കർണാടകയും ഉൾപ്പെടെയുള്ള 16 സംസ്ഥാനങ്ങളിൽ തകൃതിയായി പുരോഗമിക്കുകയാണ്. അവിടെയും വ്യാജന്മാരെല്ലാം പടിക്ക് പുറത്താകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ ഗാന്ധിയും ഇവിടുത്തെ ഇടത് വലത് മുന്നണികളും എത്രയൊക്കെ വ്യാജ പ്രചരണങ്ങൾ നടത്തിയാലും ഇന്ത്യൻ ജനാധിപത്യത്തെ കൂടുതൽ ശക്തവും സുതാര്യവുമാക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ദൗത്യം മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. വ്യാജ വോട്ടുകൾ കൊണ്ട് ഭരണം പിടിക്കാമെന്ന പ്രതിപക്ഷത്തിന്റെ മോഹങ്ങൾക്കാണ് ഇവിടെ അന്ത്യം കുറിച്ചിരിക്കുന്നത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ രാജ്യത്താകെ 6 കോടി വ്യാജന്മാരെ പുറത്താക്കിയ വാർത്ത നാം ചർച്ച ചെയ്തതാണല്ലോ. എന്നാൽ ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് മമതാ ബാനർജിക്കും രാഹുൽ ഗാന്ധിയുടെ സഖ്യകക്ഷികൾക്കും ഏറ്റവും വലിയ പ്രഹരമേറ്റത് എവിടെയാണെന്നറിയാമോ? അത് പശ്ചിമ ബംഗാളിലാണ്. അതെ, ബംഗാളിൽ മാത്രം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് 9 ലക്ഷമോ 10 ലക്ഷമോ അല്ല, 91 ലക്ഷം പേരാണ്. കേൾക്കുമ്പോൾ ഞെട്ടൽ തോന്നാം. എന്നാൽ കാലങ്ങളായി അവിടെ നടന്നുകൊണ്ടിരുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ കറുത്ത യാഥാർത്ഥ്യമാണ് ഈ കണക്കുകളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടിക ഇന്നും വലിയ വിവാദങ്ങൾക്ക് വഴിമാറിയ ഒന്നാണ്. അതിർത്തി കടന്നുള്ള അനധികൃത കുടിയേറ്റവും അവർക്ക് വ്യാജരേഖകൾ ചമച്ച് വോട്ടവകാശം നൽകുന്നതുമായ വലിയൊരു മാഫിയ തന്നെ മുർഷിദാബാദ്, നോർത്ത് 24, പർഗാനാസ്, മാൽഡ, നാദിയ തുടങ്ങിയ അതിർത്തി മേഖലകളിലാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ ഒഴിവാക്കലുകൾ നടന്നിരിക്കുന്നത്. ഈ പ്രദേശങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർക്ക് കാര്യം മനസ്സിലാകും. കാലങ്ങളായി മരിച്ചവരുടെയും രാജ്യം വിട്ടുപോയവരുടെയും അതിർത്തി കടന്ന് നിയമവിരുദ്ധമായി എത്തിയവരുടെയും പേരിൽ അവിടെ ലക്ഷക്കണക്കിന് വ്യാജ വോട്ടുകളാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഈ വോട്ടുകൾ മാത്രമായിരുന്നു പലരുടെയും ഭരണ തുടർച്ചയുടെ രഹസ്യം. എന്നാൽ മോദി സർക്കാരിന്റെ കർശനമായ ഡിജിറ്റൽ പരിശോധനയും കൃത്യമായ ഫീൽഡ് തല വെരിഫിക്കേഷനും വന്നതോടെ ഈ കള്ളക്കളി എല്ലാം പാടെ പൊളിഞ്ഞു. അർഹതയില്ലാത്ത, കൃത്യമായ രേഖകളില്ലാത്ത 91 ലക്ഷം പേരെയാണ് കമ്മീഷൻ ഒറ്റയടിക്ക് വെട്ടിനിരത്തിയത്. ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നോക്കിയവർക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കം മാത്രമാണ്. വ്യാജ വോട്ടർമാരെയും അതിർത്തി കടന്നുള്ള തട്ടിപ്പുകാരെയും ആശ്രയിച്ച് ഇനി ആർക്കും ഇന്ത്യയിൽ ഭരണം പിടിക്കാനാകില്ല എന്ന് നരേന്ദ്രമോദി സർക്കാർ തെളിയിച്ചിരിക്കുകയാണ്. 91 ലക്ഷം വ്യാജന്മാരെ പുറത്താക്കിയതിലൂടെ ബംഗാളിലെ യഥാർത്ഥ ജനങ്ങളുടെ വോട്ടിനാണ് ഇപ്പോൾ മൂല്യം വന്നിരിക്കുന്നത്. കള്ളവോട്ട് ബാങ്കുകൾ തകരുമ്പോൾ പ്രതിപക്ഷം ഇനിയും ബഹളം വെച്ചേക്കാം. റേഷൻ കാർഡിന്റെയും പാവപ്പെട്ടവരുടെയും പേരിൽ ഇനിയും കണ്ണീരൊഴുക്കിയേക്കാം. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പതിറ്റാണ്ടുകളായി ഇന്ത്യ ഭരിച്ചവർക്ക് ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ചെയ്യാൻ മടിച്ച ഈ മഹാശുദ്ധീകരണം എങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാരിന് ഇത്ര കൃത്യമായി നടപ്പിലാക്കാൻ സാധിച്ചത്? എന്തായിരുന്നു ഇതിന് പിന്നിലെ ആ മാജിക്? രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കുറ്റം പറഞ്ഞ് സമയം കളഞ്ഞപ്പോൾ ഇവിടെ മോദി സർക്കാർ കള്ളന്മാരെ പൂട്ടാൻ മറ്റൊരു ഡിജിറ്റൽ പൂട്ട് റെഡിയാക്കുകയായിരുന്നു. അതെ, ഡിജിറ്റൽ ഇന്ത്യ എന്ന ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയമാണ് നമ്മൾ ഈ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ കണ്ടത്. ഈ പരിഷ്കാരത്തിലൂടെ പുറത്തായവരിൽ ഭൂരിഭാഗവും ആരാണെന്നറിയാമോ? രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ ഫാൻഡം വോട്ടർമാർ അഥവാ പ്രേത വോട്ടുകൾ. 10-20 വർഷം മുൻപ് മരിച്ചുപോയ ലക്ഷക്കണക്കിന് ആളുകളുടെ പേരുകൾ ഇപ്പോഴും വോട്ടർ പട്ടികയിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു. പല മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ നിശ്ചയിച്ചിരുന്നത് ഈ മരിച്ചവരുടെ പേരിലുള്ള വ്യാജ വോട്ടുകളായിരുന്നു. പ്രാദേശിക നേതാക്കൾക്ക് കൃത്യമായി അറിയാം ഇവരെ ആരൊക്കെയാണ് ഉപയോഗിച്ചിരുന്നതെന്ന്. രണ്ടാം ഘട്ടത്തിൽ മാത്രം 66 ലക്ഷത്തിലധികം മരിച്ചവരെയാണ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത്. ഇത്രയും കാലം ഈ പ്രേതങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് ജനാധിപത്യത്തെ പരിഹസിച്ചവരാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ സമരം ചെയ്യുന്നത്. മരിച്ചവർക്ക് മാത്രമല്ല, രാജ്യം വിട്ടുപോയി വിദേശ പൗരത്വം എടുത്തവർക്കും ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാർ വോട്ടവകാശം നിലനിർത്തി കൊടുത്തിരുന്നു. ആ കള്ളക്കച്ചവടത്തിന്റെ ഷട്ടറാണ് മോദി സർക്കാർ എന്നേക്കുമായി താഴ്ത്തിയത്.
അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം ഒരൊറ്റ ക്യാൻവാസിലേക്ക് മാറ്റിവെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന വലിയൊരു സത്യമുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് പല ഭരണാധികാരികളും വന്നിട്ടുണ്ട്, പല പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വ്യവസ്ഥിതികളെ അപ്പാടെ ഗ്രഹിച്ചിരുന്ന അഴിമതിയുടെയും കള്ളത്തരങ്ങളെയും വേരുറക്കാൻ ഇത്രമേൽ നിശ്ചയദാർഢ്യം കാണിച്ച മറ്റൊരു സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം എന്ന ഈ മഹാദൗത്യം വെറുമൊരു സാങ്കേതിക നടപടിയല്ല, മറിച്ച് ഈ രാജ്യത്തെ ഓരോ സാധാരണക്കാരൻ്റെയും വോട്ടിന് വിലയുണ്ടാക്കി കൊടുത്ത ചരിത്രപരമായ നീക്കം തന്നെയാണ്. എന്തായാലും ഈ ഒരു നടപടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.